ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ ജെഡിയു ദേശീയ അധ്യക്ഷനായി തെരഞ്ഞെടുത്തു. ദേശീയ കൌൺസിൽ ഒറ്റക്കെട്ടായാണ് തീരുമാനമെടുത്തത്. ദേശീയ അധ്യക്ഷൻ ലാലൻ സിംഗ് സ്ഥാനമൊഴിഞ്ഞ് നിതീഷിന്റെ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള വഴി തുറക്കുകയായിരുന്നു. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുകയാണ്. ബൽറാം, എന്തായിരിക്കും നിതീഷിന്റെ അടുത്ത നീക്കം? ഒരു രാഷ്ട്രീയ ചാഞ്ചാട്ടം, ആ ഒരു ചരിത്രമുള്ള നേതാവാണല്ലോ നിതീഷ് കുമാർ. ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനം ലഭിക്കുമോ എന്ന ചോദ്യമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് മറ്റെന്തൊക്കെയോ രാഷ്ട്രീയ ആസൂത്രണങ്ങൾ ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ക്രിസ്റ്റീന, നിതീഷ് കുമാറിന്റെ പുതിയ വീണ്ടും ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് മടങ്ങിയെത്തത് സംബന്ധിച്ച് പല അഭ്യൂഹങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതിലൊന്ന് അദ്ദേഹം NDAയിലേക്ക് പോയേക്കും എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളാണ്. എന്നാൽ അതിനെ പൂർണ്ണമായും പാർട്ടി നേതൃത്വം തള്ളിക്കളയുന്നു. ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പഴക്കാനിടയായ കാരണം എന്നുള്ളത് BJP വിരുദ്ധ JDUവിലെ BJP വിരുദ്ധ ചേരിയിലെ പ്രധാന മുഖമാണ് ലാലൻ സിംഗ്. അദ്ദേഹം അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നത്. ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നിതീഷ് കുമാറിന്റെ പേര് ഉയർന്നു വന്നേക്കുമെന്നും അത്തരത്തിൽ വരാതിരുന്നതിൽ നിതീഷിന് അതൃപ്തിയുണ്ട് എന്നുമുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് അദ്ദേഹം അസ്വസ്ഥനാണ്. നിലവിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പേര് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വന്നതിൽ അദ്ദേഹം അസ്വസ്ഥനാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ JDU ഇക്കാര്യം വിശദീകരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായ യോഗത്തിന്റെ ധാരണയനുസരിച്ചാണ് ലാലൻ സിംഗ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഒരു കാര്യം വ്യക്തമാണ്, നിതീഷ് കുമാർ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു വരാത്തതിൽ അദ്ദേഹത്തിന് നേരിയ തോതിൽ നീരസമുണ്ട് എന്നുള്ളത് തന്നെയാണ് പാർട്ടി വൃത്തങ്ങളുമായി അടുത്ത കേന്ദ്രങ്ങളും അറിയിക്കുന്നത്. അത് ഉയർത്തിക്കൊണ്ടുവരേണ്ട ആൾ എന്നുള്ളത് പാർട്ടി ദേശീയ അധ്യക്ഷൻ എന്ന നിലയിൽ ലാലൻ സിംഗ് ആയിരുന്നു. ഇതടക്കം പാർട്ടിയെ നയിക്കുന്നതിൽ ലാലൻ സിംഗിന്റെ ഭാഗത്തു നിന്നും പല ഘട്ടങ്ങളിൽ വീഴ്ചയുണ്ടായി, ഏകോപനം ഉണ്ടാകുന്നില്ല പല കാര്യങ്ങളിലും എന്ന വിലയിരുത്തൽ പാർട്ടിയുടെ നേതൃത്വത്തിന് ഉണ്ട്. ഒപ്പം തന്നെയാണ് BJP ഒരു പ്രത്യേക സമിതിയെ തന്നെ, സഞ്ജയ് ജയ്സ്വാളിന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക സമിതിയെ തന്നെ രൂപീകരിച്ചുകൊണ്ട് മറ്റ് പാർട്ടികളിലെ ദളിത് പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കളെ അടർത്തിയെടുക്കാനും അവരുമായി ചർച്ചകൾക്കുമുള്ള ഒരു അവസരം കാത്തിരിക്കുകയാണ്. അതിനായി പ്രത്യേക നേതൃത്വത്തെ തന്നെ രൂപീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പാർട്ടിക്ക് ഏറ്റവും വലിയ നഷ്ടമുണ്ടാകാൻ പോകുന്ന ഒരു പാർട്ടി എന്നുള്ളത് ബീഹാറിൽ നിതീഷ് കുമാറിന്റെ JDU തന്നെയാകും. പാർട്ടിയുടെ ശക്തി കേന്ദ്രം എന്നുള്ളത് പിന്നോക്ക വിഭാഗം തന്നെയാണ്. ഇതിനെല്ലാം തടയിടാൻ നിതീഷ് കുമാർ നേതൃത്വത്തിൽ വരുന്നതോടെ കഴിയും. ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിയിൽ പാർട്ടിക്ക് ആവശ്യമായ സീറ്റുകൾ അത് ചോദിച്ചു വാങ്ങിയെടുക്കാനും നിതീഷ് നേതൃത്വത്തിൽ എത്തുന്നതോടെ കഴിയും എന്ന വിലയിരുത്തൽ JDU നേതൃത്വത്തിനുണ്ട്. ഇന്ന് രാവിലെ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ അധ്യക്ഷ പ്രസംഗത്തിനിടെയാണ് ലാലൻ സിംഗ് താൻ അധ്യക്ഷ പദവി ഒഴിയാൻ സന്നദ്ധനാണ് എന്ന് അറിയിക്കുന്നത്. തനിക്ക് ഒഴിയാൻ താല്പര്യമുണ്ട് എന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകൾ ആയതിനാൽ തനിക്ക് പാർട്ടി നേതൃത്വത്തിന്റെ ചുമതലകൾ അല്ലെങ്കിൽ പാർട്ടി അധ്യക്ഷന്റെ ചുമതലകൾ പൂർണ്ണമായും നിർവഹിക്കുന്നതിൽ തടസ്സമാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും അദ്ദേഹം തന്നെ നിതീഷ് കുമാറിന്റെ പേര് ഉന്നയിക്കുകയുമായിരുന്നു. പാർട്ടി എക്സിക്യൂട്ടീവ് ഐകകണ്ഠമായാണ് നിതീഷിന്റെ പേര് അംഗീകരിച്ചത്. ഇപ്പോൾ ദേശീയ കൗൺസിൽ യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കൗൺസിലിന്റെ അന്തിമ അംഗീകാരത്തിന് ശേഷം ഔദ്യോഗികമായി നിതീഷ് കുമാറിനെ ദേശീയ അധ്യക്ഷനായി വീണ്ടും തെരഞ്ഞെടുത്ത കാര്യം പാർട്ടി അറിയിക്കും. JDU NDAയിലേക്ക് പോകുന്നില്ല എന്നും നിലവിലുള്ള ഇന്ത്യ സഖ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നും ഈ സീറ്റ് വിഭജനം അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചകൾ ഈ നേതൃയോഗങ്ങളിൽ ഉണ്ടാകും എന്നുമാണ് JDU നേതൃത്വം വിശദീകരിക്കുന്നത്. വൈകിട്ട് 5:30 നേതാക്കൾ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണും. ക്രിസ്റ്റീന. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ JDU ദേശീയ അധ്യക്ഷനായി തെരഞ്ഞെടുത്തു. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് നിതീഷ് കുമാറിന് വഴി തുറക്കുക എന്നതാണ് തീരുമാനത്തിന് പിന്നിൽ. ഔദ്യോഗിക പ്രഖ്യാപനം ഉടനുണ്ടാകും. അതേസമയം NDAയിലേക്ക് ഒരു തിരിച്ചുപോക്കില്ല എന്ന് തന്നെയാണ് JDU നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.